ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പൂനെയിലോട്ടേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി 10:30-ക്ക് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് പൂനെയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. കോഴിക്കോട് നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് പൂനെയിലേക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പൂനെയിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് എൻട്രി എല്ലാം വരുന്നത് ഈ ഒരു D2 ടെർമിനലിൽ വെച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ D1 എൻട്രി ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ലഗേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു ഡൊമസ്റ്റിക് ട്രാവലിന് 15 kg നമ്മളുടെ ലഗേജിലും അതുപോലെ തന്നെ ഹാൻഡ് ബാഗായിട്ട് നമുക്കൊരു 7 kgയുമാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ചെക്കിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞാൻ വീണ്ടും D2 ടെർമിനലിൻ്റെ ഭാഗത്തെത്തി. അങ്ങനെ നമ്മളുടെ ടിക്കറ്റും ആ ഒരു ആധാർ കാർഡൊക്കെ ഇവിടെ ഒന്ന് കാണിച്ചതിന് ശേഷം നമ്മളുടെ എയർവേയ്സ് ആയിട്ടുള്ള ഇൻഡിഗോ എയർവേയ്സിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് നമുക്ക് ചെക്കിങ്ങിൽ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി ചെക്കപ്പിലേക്കാണ് പിന്നീട് പോകുന്നത്. അങ്ങനെ ഞാൻ നടന്ന് ഏകദേശം നമ്മളുടെ എയർവേയ്സ് ആയിട്ടുള്ള ഇൻഡിഗോയുടെ ആ ഒരു ചെക്കിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ അടുത്ത് പോകുന്നത് നമ്മളുടെ സെക്യൂരിറ്റി ചെക്കപ്പിനാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തായിരുന്നു എൻ്റെ ഈ ഒരു സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ബോർഡിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഗേറ്റ് 6 വഴിയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിന്നർ കഴിക്കാത്തത് കൊണ്ട് ഈ കറി ട്രീയിൽ നിന്ന് ഒരു ഡിന്നർ ഓർഡർ ചെയ്തു. ഒരു വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരാൾക്ക് 550 രൂപയുള്ള ഒരു കോംബോ ആയിട്ടാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. നമ്മളുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ യാത്ര കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ എയറോ ബ്രിഡ്ജ് ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ആകുന്നത് 10:30-ലാണ്. പക്ഷേ ഒരു 10:05 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ബോർഡിംഗ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് ഈ ഒരു ഫ്ലൈറ്റ് പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ എല്ലാവരും വരുന്നത് ബെറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡൽഹി അതുപോലെ തന്നെ ഹൈദരാബാദിലൊക്കെ വേറെ ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളുടെ വിമാനത്തിനകത്തേക്ക് കയറാം. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് എൻ്റെ കമ്പനി ബുക്ക് ചെയ്ത് തന്നത് എനിക്ക് 6A എന്ന് പറയുന്ന ഒരു സീറ്റായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഒക്കെ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു മിററിലൂടെ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വിമാനം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. As usual with Indigo, we are ready for yet another before time departure from Bengaluru. It's a fairly short flight, distance of just under 400 kilometers, which would be covered in about 40 minutes of flight time. And our route this evening will take us over the beautiful city. അങ്ങനെ ഫൈനലി നമ്മളുടെ എയറോ ബ്രിഡ്ജ് ഡിറ്റാച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുഷ് ബാക്കിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുഷ് ബാക്ക് സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോടിനോട് താൽക്കാലികമായി വിടാം. അപ്പോൾ റെഡി ടു ടേക്ക് ഓഫ്.
അപ്പോൾ നമ്മളുടെ ടേക്ക് ഓഫ് ഒക്കെ ഒന്ന് കഴിഞ്ഞു, ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മളുടെ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എയർ ഹോസ്റ്റസൊക്കെ ഓർഡർ ചെയ്ത ആളുകൾക്ക് ഫുഡൊക്കെ അവരിങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴിക്കോട് ടു ബാംഗ്ലൂർ ട്രാവലിൽ ഞാൻ ഫുഡൊന്നും മീൽസൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മൈസൂരൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താറൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പൈലറ്റ് ആ ഒരു മൈസൂരിൻ്റെ വ്യൂ ഒക്കെ വന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. Cabin crew to the seats for landing. Thank you. और विमान के रुकने तक आप अपने स्थान पर बैठे रहें। कृपया सामान कक्ष सावधानी से खोलें। यू मे नॉट അങ്ങനെ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള എയറോ ബ്രിഡ്ജൊക്കെ അവർ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ വരെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെയും കാത്ത് ഇൻഡിഗോയുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പുറത്തെ ടെർമിനലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് 9C എന്ന് പറയുന്ന ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗേറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു കാഴ്ച ആ ഒരു ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ വിമാനത്തിൻ്റെ ഒരു കാഴ്ചയാണ്. അപ്പം ടാറ്റ. അപ്പം നമുക്ക് നമ്മളുടെ ടെർമിനലിൻ്റെ ഔട്ട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ എക്സിറ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് 9C എന്ന് പറയുന്ന ഗേറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ 9C ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പം വൈഷ്ണവും കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് ഞങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തത്. എനിക്ക് 2:45 ഫ്ലൈറ്റിനും പൂനെയിലേക്കും വൈഷ്ണവിന് 12:55 ഫ്ലൈറ്റിനുമായിരുന്നു ടിക്കറ്റ് കമ്പനി ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ 2 പേർക്കും ട്രാവൽ ചെയ്യാൻ ഒരേ ഫ്ലൈറ്റായിരുന്നു കൊടുത്തത്. എന്തോ ഒരു ടിക്കറ്റ് പെട്ടെന്ന് ഫില്ലായി പോയത് കൊണ്ട് അവന് 12:55 ഫ്ലൈറ്റിനായിരുന്നു അവന് കിട്ടിയത്. അപ്പോൾ 9C ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങളുടെ ഡാറ്റകളൊക്കെ നമ്മൾ കാണിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ നേരെ സെക്യൂരിറ്റി ചെക്കപ്പിലേക്കാണ് പോകുന്നത്. നമ്മളുടെ ലഗേജ് നമുക്ക് പൂനെയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. കോഴിക്കോട് നിന്ന് തന്നെ അവർ പറഞ്ഞായിരുന്നു ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ലഗേജ് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കണ്ട, നിങ്ങൾ പൂനെയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മളുടെ ഈ ഒരു
സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഇനി ബോർഡിംഗ് ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ഏകദേശം ഒരു അരമണിക്കൂർ ടൈം മാത്രമേ ഉള്ളൂ. അപ്പം അവൻ്റെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അവൻ്റെ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പായി ഒരു 2 മണിക്കൂർ മുമ്പ് വൈഷ്ണവ് പൂനെയിലെത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് 2:45-ന്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇതൊരു നല്ലൊരു ചോയ്സാണ് ഈ ഒരു 12:55-ൻ്റെ ഒരു ഫ്ലൈറ്റ്. ഇൻ കേസ് നമ്മളുടെ കോഴിക്കോട് നിന്നുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിസ്സാവും. അതുകൊണ്ടാണ് ഞാനൊരു 2 മണിക്കൂർ ഡിലേ ആയാലും 2:45-ൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ഓൺ ടൈം ആയിരുന്നു ഈ ഒരു ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ഈ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഓരോ വിമാനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്നു. ഓരോ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞു. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ലുഫ്താൻഷയുടെ ഒരു വിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എൻ്റെ പൂനെയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് ഗേറ്റ് 38 വഴിയാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന എസ്കലേറ്റർ വഴി അങ്ങോട്ട് നമ്മളുടെ ബോർഡിംഗ് ഗേറ്റ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വെച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഒരു ബാർ കൗണ്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെയും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ ഏകദേശം നമ്മളുടെ ഗേറ്റ് നമ്പർ 38-ൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2:45-ൻ്റെ ഈ ഒരു ബാംഗ്ലൂർ പൂനെ ഈ ഒരു ഫ്ലൈറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പം വൈഷ്ണവിന് ഇതിന് മുമ്പുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 8F എന്നുള്ള സീറ്റാണ്. അപ്പം സോൺ 3 ആയതുകൊണ്ട് എന്നെ ലാസ്റ്റാണ് അവർ കോൾ ചെയ്തത്. അപ്പം എൻ്റെ ഒരു ടേണിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മളുടെ അടുത്ത യാത്ര ബാംഗ്ലൂർ ടു പൂനെ യാത്ര വിമാനത്തിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. അത്യാവശ്യം ചെറിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു എയറോ ബ്രിഡ്ജാണ് ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ നടന്നത്. അത്യാവശ്യം ഇവിടെ കുറച്ച് നല്ലൊരു മഴയൊക്കെ ആയിരുന്നു ബാംഗ്ലൂരിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ വിൻഡോ ഒക്കെ അത്യാവശ്യം ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്സ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഫ്യൂവൽ കണക്ടേഴ്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. दिलचस्प जानकारी सीट्स शुल्क पर उपलब्ध है। कृपया विमान कर्मी दल से संपर्क करें। अपनी रसीद लेना ना भूलें और एक्स्ट्रा लेग रूम का आनंद लें। एंजॉय एक्स्ट्रा। कृपया इस महत्वपूर्ण सुरक्षा जानकारी पर ध्यान दें। सरकारी नियम अनुसार विमान में धूम्रपान तंबाकू का प्रति ऑफ द एयरक्राफ्ट। थैंक यू फॉर योर कोऑपरेशन। आपकी सुरक्षा सबसे महत्वपूर्ण है और ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे पुणे एक सैनिक हवाई अड्डा है और सरकारी नियमों के अनुसार यहाँ पर तस्वीरें खींचने या वीडियो लेना निषेध है और ये एक दंडनीय अपराध है। ध्यान देने के लिए धन्यवाद। थैंक यू फॉर योर कोऑपरेशन।
അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ട്രാവലിൽ ഓർഡർ ചെയ്ത ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കിറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ സാൻഡ്വിച്ചും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. to Pune. Very അങ്ങനെ നമ്മൾ പൂനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബെൽറ്റ് നമ്പർ 3യിലാണ് നമ്മളുടെ ലഗേജ് വരുന്നത്. അപ്പോൾ എൻ്റെ ലഗേജ് വരുന്നതിനിങ്ങനെ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ വൈഷ്ണവ് ഈ ഒരു ഭാഗത്ത് എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ യുണീക്ക് പൂനെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡൊക്കെ കാണാം. അങ്ങനെ വൈഷ്ണവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളുടെ കമ്പനി ബുക്ക് ചെയ്തെന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുള്ള ബനേർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഊബറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എയർപോർട്ട് ടാക്സിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അവിടെ നമ്മളുടെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ തന്നെ എയർപോർട്ടിൻ്റെ പുറത്ത് നമുക്കൊരു കൗണ്ടർ ഇരിപ്പുണ്ട് ടാക്സി ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ ടാക്സി ബുക്ക് ചെയ്തു നമ്മളുടെ കമ്പനി ബുക്ക് ചെയ്തെന്ന ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു കാഴ്ച. റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വലിയൊരു ട്രാഫിക്കൊന്നും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പൂനെ ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ ചേട്ടനെ അടിച്ച് മിന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഒരു ഹോട്ടലിലേക്ക് എത്രയും പെട്ടെന്നൊന്ന് എത്തിച്ചേർന്നാൽ മതി എന്നുള്ളതായിരുന്നു. അത്യാവശ്യം നല്ലൊരു ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങളുടെ പുതിയ ഓഫീസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് ഹോട്ടലിലേക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ രാവിലെ എണീച്ചൊന്ന് ഓഫീസിലേക്കൊക്കെ ഒന്ന് പോകണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മളുടെ ഹോട്ടൽ റൂമിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ വാതിലൊക്കെ തുറന്നുള്ളിൽ കടന്നു. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമൊക്കെ തന്നെയാണ് ഈ ഒരു ഹർബൻ ഹോട്ടൽ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് നമ്മളുടെ ഈ ഒരു ഹോട്ടലിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ബാത്റൂമൊക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചെന്ന് കയറുമ്പോൾ നോക്കി തന്നെ ഒരു വാഷ് ബേസിൻ, അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു മിററുണ്ട്. പിന്നെ ഒരു ഹാൻഡ് വാഷ് ചെയ്യേണ്ട ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാത്ത് ചെയ്യാനുള്ള നമ്മളെ ബാത്തിങ് ലിക്വിഡ് ഇതുണ്ട് ഇവിടെ. അതേപോലെ ഒരു ഷവർ, അതുപോലെ തന്നെ ഹീറ്റർ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഈ ഒരു ഫെസിലിറ്റി ആയിട്ട് തന്നെ അവർ ഇതിൽ തരുന്നുണ്ട്. റൂമൊക്കെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ ബാത്റൂം ക്ലോസ് ചെയ്യാം. നല്ലൊരു ഷെൽഫുണ്ട്, ചെറിയ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ഷെൽഫ് തന്നെയാണ്. പിന്നെ ഒരു TV, അതുപോലെ തന്നെ AC ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ രാവിലെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ മഹാരാഷ്ട്ര സ്റ്റൈൽ ഫുഡ് കഴിക്കാനൊന്ന് ഇറങ്ങാം. കമ്പനി തന്നിരിക്കുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അർബൻ ഹോട്ടലിലാണ്.
ഫസ്റ്റായി പോഹ, വാട്ടർമെലൺ, ഒരു ബനാന. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു പൂനെയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.